എല്ലാവർക്കും മോണ്ടി ക്രിസ്റ്റുവിൻ്റെ കഥ നമ്മൾ തുടരുകയാണ്. ഇതുവരെയുള്ള കഥ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. എഡ്മണ്ട് ആൻഡേഴ്സ് ഫറവോൺ എന്നുള്ള കപ്പലിൽ ഒന്നിറങ്ങി അവൻ ക്യാപ്റ്റനാകാൻ പോകുമായിരുന്നു. അവൻ്റെ കാമുകി മെഴ്സിഡസ് ഉണ്ടായിരുന്നു. മെഴ്സിഡസിനെ അവൻ വിവാഹം കഴിക്കാൻ പോകുമായിരുന്നു. ഇത് കണ്ടിട്ട് 2 പേര് ഡാംഗ്ലസും പിന്നെ അതുപോലെ തന്നെ ഫെർണാണ്ട് മെഴ്സിഡസിൻ്റെ കസിനും കൂടെ ഗൂഢാലോചന നടത്തി അവന് എതിരായിട്ടൊരു കത്ത് അയക്കുന്നു. വരുന്ന വഴിക്ക് നെപ്പോളിയനെ കണ്ടെന്നും നെപ്പോളിയൻ്റെ പക്ഷക്കാരനാണെന്നും ഒക്കെ പറഞ്ഞൊരു കത്ത്. അങ്ങനെ അവൻ്റെ കല്യാണ ദിവസം തന്നെ, കല്യാണ പാർട്ടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പോലീസ് അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന പ്രോസിക്യൂട്ടറായിട്ടുള്ള വില്ലഫോർട്ടിൻ്റെ അടുത്തോട്ടാണ്. വില്ലഫോർട്ട് മനസ്സിലായി ഇവൻ നിരപരാധിയാണ്, ഇവൻ നെപ്പോളിയൻ്റെ പക്ഷക്കാരനൊന്നും അല്ല, വെറുതെ ഒരു കത്ത്, അവന് ക്യാപ്റ്റൻ്റെ ഇഷ്ടപ്രകാരം ഒരു കത്ത് കൊടുത്തു മാത്രമല്ല. പക്ഷെ കത്ത് ആർക്കാന്ന് നോക്കിയപ്പോഴത്തേക്കും വില്ലഫോർട്ട് ഞെട്ടിപ്പോയി. ആ കത്ത് നോർട്ടിയർക്കായിരുന്നു. നോർട്ടിയർ എന്ന് വെച്ചാൽ വില്ലഫോർട്ടിൻ്റെ അച്ഛനായിരുന്നു. അതുകൊണ്ട് തന്നെ വില്ലഫോർട്ട് അവനെ വിടാൻ പറ്റത്തില്ല. വിട്ട് കഴിഞ്ഞാൽ വില്ലഫോർട്ടിൻ്റെ അച്ഛൻ നെപ്പോളിയൻ്റെ കൂടെ നിൽക്കുന്ന ആളാണെന്ന് മനസ്സിലാവും. അങ്ങനെ മനസ്സിലായി കഴിഞ്ഞാൽ അത് വില്ലഫോർട്ടിനും അപകടമാണ്. വളരെ ന്യായനീതിയൊന്നും നോക്കില്ല, അവനെ ഒരു ദ്വീപിലേക്ക് അയക്കുകയാണ്. എന്നിട്ട് വില്ലഫോർട്ട് പോയി കല്യാണത്തിൻ്റെ ഇടയിൽ നിന്നാണ് വന്നത്. പെട്ടെന്ന് തന്നെ പോയിട്ട് പാരീസിൽ പോയി ലൂയി 14 ഈ കഥ നെപ്പോളിയൻ വരുന്നുണ്ടെന്നുള്ള കഥ പറയുകയാണ്. അപ്പോൾ പോലീസ് വിഭാഗത്തിന് പോലും അതിൻ്റെ വിവരം കിട്ടിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് സംഭവിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും വില്ലഫോർട്ടിന് ഒത്തിരി ബഹുമതികളൊക്കെ രാജാവ് കൊടുത്തു. അപ്പോഴത്തേക്കും നെപ്പോളിയൻ ലാൻഡ് ചെയ്യുന്നുള്ള കാര്യം അറിഞ്ഞു. വില്ലഫോർട്ട് തിരിച്ച് തൻ്റെ ഹോട്ടൽ മുറി വരുമ്പോഴാണ് തൻ്റെ ഒരു വിസിറ്റർ ഉണ്ടെന്ന് അറിയുന്ന. വിസിറ്റർ മറ്റാരും അല്ല, ബോണപ്പാർട്ട് നെപ്പോളിയൻ പക്ഷക്കാരനായിട്ടുള്ള തൻ്റെ പിതാവാണ്, നോർത്തിയറാണ്. അതുകൊണ്ട് തന്നെ വില്ലഫോർട്ടാണെങ്കിൽ രാജാവിൻ്റെ പക്ഷമാണ്. 2 പക്ഷമാണ് ഫ്രാൻസിനുള്ള, രാജാവിൻ്റെ പക്ഷം, നെപ്പോളിയൻ പക്ഷം. അപ്പം നെപ്പോളിയൻ പക്ഷക്കാരനായിട്ടുള്ള തൻ്റെ പിതാവാണ്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചാണ് പിന്നെ വില്ലഫോർട്ട് നീങ്ങുന്നത്. ഇനി നമുക്ക് കഥയുടെ ബാക്കി ഭാഗത്തേക്ക് കടക്കാം. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പ്ലീസ്. നമുക്ക് കഥയുടെ ബാക്കി ഭാഗത്തിലേക്ക് കിടക്കാം. നോർത്തിയർ മുറിയിലേക്ക് വന്നു. അവിടെ വന്നോണ്ട് അദ്ദേഹം വാതിലടച്ചു. പിന്നെ തിരിഞ്ഞ് വീണ്ടും തുറന്ന് നോക്കി, കാരണം ആരെങ്കിലും കേൾക്കുന്നുണ്ടോ എന്ന്. എന്നിട്ട് പുറത്തെ വാതിൽ അടച്ചു, ഇടനാഴിയുടെ വാതിലും എല്ലാം അടച്ചിട്ട് അതിന് ശേഷമാണ് അവൻ വില്ലഫോർട്ടിന് നേരെ തിരിഞ്ഞത്. വില്ലഫോർട്ട് അദ്ദേഹത്തിന് അത്ഭുതത്തോടെ നോക്കി. നോർത്തിയർ പുഞ്ചിരിച്ചു. എന്താണ് ജെറാൾഡ് വില്ലഫോർട്ടാണ്, എന്നെ കണ്ടത് സന്തോഷമില്ലെന്നോ? അല്ല അച്ഛാ, പക്ഷെ നിങ്ങൾ ഇത്ര അപ്രതീക്ഷിതമായി എത്തുമെന്ന് ഞാൻ കരുതിയില്ല. നോർത്തിയർ ഒരു കസേര ചാരിയിരുന്നു. എന്നിട്ട് മോനെ നോക്കി. നീ എന്നോട് നിന്റെ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴും നീ ഇങ്ങനെ ഇത്ര പെട്ടെന്ന് പാരീസിൽ എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ടാണ് ഞാനും അമ്പരുന്നത്. വില്ലഫോർട്ട് അച്ഛൻ്റെ അടുത്തോട്ട് നീ. അച്ഛാ, ഞാൻ വന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്. യാത്ര നിങ്ങളുടെ ജീവൻ രക്ഷിക്കും. നോർത്തിയർ ചിരിച്ചു. ആഹാ, ഇപ്പോൾ കഥ രസകരമാകുന്നല്ലേ, എന്താണ് കാര്യം ചോദിക്കുകയാണ്. ഒരു ക്ലബ്ബ്, റൂസാം ജാക്കിലെ ക്ലബിനെ പറ്റി കേട്ടിട്ടുണ്ടോ ചോദിക്കുകയാണ്. അപ്പം പറയും അതിൻ്റെ വൈസ് പ്രസിഡൻ്റാണ് അപ്പൻ. അപ്പം വില്ലഫോർട്ട് വെളുത്തുപോയി. വില്ലഫോർട്ട് ഇപ്പോൾ പറയുകയാണ്, അച്ഛൻ നിങ്ങളുടെ ശാന്തത എന്നെ പേടിപ്പിക്കുന്നു. നോർത്തിയർ പറഞ്ഞു, ഒരിക്കൽ വിപ്ലവത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നിനെയും പേടിക്കത്തില്ലെന്ന്. വില്ലഫോർട്ട് പറഞ്ഞു, ജനറൽ ക്യൂസൽ നെപ്പോളിയൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ്, പക്ഷം ചേർന്നാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയെന്ന്. അപ്പം നോർത്തിയർ പറഞ്ഞു, കൊലപാതകമൊന്നുമില്ല രാഷ്ട്രീയത്തിൽ, അവിടെ മനുഷ്യരില്ല, ആശയങ്ങൾ മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ നോർത്തിയർ പക്ക വിപ്ലവകാരിയാണ്, നെപ്പോളിയൻ്റെ കൂടെ നിൽക്കുന്ന ആളാണ്. പക്ഷേ മോനാണെങ്കിലോ സ്വന്തം കാര്യത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന മനുഷ്യനാണ്. പറയും, നെപ്പോളിയൻ മടങ്ങി വരുന്നതിനെ കുറിച്ച് കേട്ടോന്ന് ചോദിക്കും. വില്ലഫോർട്ട് പേടിച്ചു പോയി. അച്ഛൻ ശബ്ദം കുറയ്ക്കും, അപകടമാണെന്ന്. നോർത്തിയർ പുഞ്ചിരിച്ചു. അപകടം, നെപ്പോളിയൻ ഇപ്പോൾ ഗ്രനോബിൾ, അവിടുത്തെ ടൗണാണ്, ഫ്രാൻസിലേക്കാണ് പോകുന്നത്. കുറച്ച് ദിവസത്തിനുള്ളിൽ പാരീസിലെത്തി അവിടെ ഭരിക്കും. ഒന്ന് വില്ലഫോർട്ട് രാജാവിൻ്റെ പക്ഷമല്ലേ, അവനെ തടയുമെന്ന് പറഞ്ഞു. സൈന്യം അവനെ പിടിക്കുമെന്ന്. നോർത്തിയർ പറഞ്ഞു, മോനെ ആരും അവനെ തടയത്തില്ല, നെപ്പോളിയനെ അവരെ അനുഗമിക്കും. പിന്നീട് പതുക്കെ നോർത്തിയർ എന്നോട് വില്ലഫോർട്ട് പറഞ്ഞിങ്ങനെ കത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ്, ആ കത്ത് ഞാൻ കത്തിച്ച് കളഞ്ഞു, അങ്ങനെ ഞാൻ രക്ഷിച്ചെന്ന് പറഞ്ഞു. ഒന്ന് പറഞ്ഞ്, പേടിക്കണ്ട, എനിക്ക് അവസരം വരും, നിന്നെ ഞാൻ രക്ഷിച്ചോളാന്ന് പറഞ്ഞു. നീ രക്ഷിച്ചത് നിനക്ക് വേണ്ടി ആണെന്ന് എനിക്ക് അറിയാമെന്നും കൂടെ പറഞ്ഞു. എന്നിട്ട് നോർത്തിയർ പെട്ടെന്ന് എണീറ്റ് കണ്ണാടിയുടെ മുമ്പിലോട്ട് നടന്ന് മീശ വെട്ടി, മുടി മാറ്റി, കറുത്ത കോട്ട് മാറ്റി, നിറമുള്ള എടുത്ത്, പിന്നെ എല്ലാം മാറ്റിയുള്ള വടിയെല്ലാം മാറ്റി, ആപ്പാടെ രൂപം മാറി. കാരണം
അവനെപ്പറ്റി സംശയം ഉണ്ടായിരുന്നു രാജാവിൻ്റെ ആൾക്കാർക്ക്. എന്നിട്ട് കൂളായിട്ട് അവന് തിരിച്ച് ഹോട്ടൽ മുറിയിൽ നിന്ന് പോലീസുകാരുടെ മുമ്പിൽ കൂടെ തന്നെ നടന്നുപോയി. അവൻ പോലീസ് അന്വേഷിക്കുന്ന മനുഷ്യൻ്റെ രൂപമായിരുന്നു നേരത്തെ. അത് ഉപേക്ഷിച്ചിട്ട് അവൻ നോർത്തിയരുടെ പ്രവചനങ്ങൾ പതുക്കെ ഓരോന്നായിട്ട് സത്യമായിട്ട് വന്നു. നെപ്പോളിയൻ മടങ്ങി വന്നു. ഒരു പ്രളയമായിരുന്നു പറഞ്ഞ് ജനങ്ങളൊക്കെ നെപ്പോളിയൻ്റെ കൂടെ ചേർന്നു. ലൂയി 18 പോയി. എല്ലാവരും വെടിയുണ്ട പൊട്ടിക്കാതെ യുദ്ധമൊന്നും ഉണ്ടായില്ല. എല്ലാവരും അവൻ്റെ പതാകക്കടയിൽ ചേർന്നു. അങ്ങനെ പാരീസിൽ അവൻ ചക്രവർത്തിയായി. ഈ കൊടുങ്കാറ്റിനിടയിൽ ഇതെല്ലാം സംഭവിക്കും ഒരാൾ മാത്രമേ ശ്വാസം പിടിച്ച് നിൽക്കുകയായിരുന്നു, നമ്മുടെ വില്ലഫോർട്ട്. കാരണം എന്താണ്, രാജാവിൻ്റെ പക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല വെട്ടിക്കളയും. രാജാവിൻ്റെ ആളായിരുന്നു, പക്ഷെ ഇപ്പോൾ രാജാവില്ല. ഇപ്പോൾ രാജാവ് കൊടുത്ത ബഹുമതിയൊക്കെ പുറത്ത് കാണിക്കാൻ പറ്റുമോ? ഇല്ല. അതെങ്ങാനും ഒരു കാര്യം പുറത്തെറിഞ്ഞാൽ തല പോകും. അവനെ രക്ഷിച്ച ഒറ്റ ഒരാളാണ് അച്ഛൻ നോർത്തിയർ. നെപ്പോളിയൻ പാരീസിൽ അധികാരം പിടിച്ച നിമിഷം തന്നെ നോർത്തിയറുടെ പേര് വേണ്ടി ശക്തിയായിട്ട് വരുന്നു. ശരിക്കുള്ള വിപ്ലവകാരി, യോദ്ധാവ്, ശരിക്കും നെപ്പോളിയൻ്റെ സ്വന്തം ആൾ. അതുകൊണ്ട് തന്നെ നോർത്തിയർ പറഞ്ഞു വില്ലഫോർട്ട് എൻ്റെ മകനാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ വില്ലഫോർട്ടിന് അപകടമൊന്നും പറ്റില്ല. ആ ജോലിയൊക്കെ തന്നെ നിലനിന്നു, പദവി നിലനിന്നു, അവൻ്റെ തലയും നിലനിന്നു, അവൻ്റെ ഭാവിയും രക്ഷപ്പെട്ടു. പക്ഷേ അതിനവൻ കൊടുത്ത വില എഡ്മണ്ട് ഡാനസ്. അവൻ പക്ഷേ അവൻ്റെ വിവാഹവും മാറ്റി വെച്ചു കേട്ടോ. മോറൽ വീണ്ടും വില്ലഫോർട്ടിൻ്റെ ഓഫീസിൽ എത്തിയാണ്. ഇപ്പം അവൻ്റെ കണ്ണുകൾ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇപ്പം എല്ലാം മാറിയില്ലേ. ഇപ്പം നെപ്പോളിയനല്ലേ ഭരിക്കുന്നത്. എഡ്മണ്ട് ഡാനസ് നെപ്പോളിയൻ്റെ പക്ഷമല്ലേ. അതുകൊണ്ട് അവനെ മോചിപ്പിക്കണം എന്ന് പറഞ്ഞു. വില്ലഫോർട്ട് പറഞ്ഞു ശരി, നമുക്ക് നോക്കാം, താങ്കൾ ശരിയാണ്, ഒരു പണി, ഒരു ആപ്ലിക്കേഷൻ എടുത്താ. പേപ്പർ എടുത്തു, ഒരു ആപ്ലിക്കേഷൻ എഴുതിച്ചു. എന്നിട്ട് മുറലി വെച്ച് ഇന്ന് തന്നെ പോവില്ല ഇത് എന്ന് പറഞ്ഞു. പിന്നെ ഇന്ന് തന്നെ പോകും. പക്ഷേ ആ പേപ്പർ ഒരിക്കലും പോയില്ല. കാരണം എന്താണ്, വില്ലഫോർട്ട് തലമാര അടച്ചു. കാരണം എഡ്മണ്ട് ഡാനീസ് മോചിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ നെപ്പോളിയൻ്റെ പേര് ഒരു കത്ത് കൊടുത്തതിന് എഡ്മണ്ട് ഡാനീസിനെ വില്ലഫോർട്ട് ജയിലിൽ അടച്ചെന്നുള്ള രഹസ്യം പുറത്തു വരും. അതുകൊണ്ട് തൽക്കാലം ആ കത്ത് പോയില്ല. ഡാനസിനെ ഇരുട്ടി തന്നെ വിട്ടു. ഡാനസ് ഒന്നും അറിഞ്ഞില്ല, രാജാവ് വീണതോ ചക്രവർത്തി മടങ്ങിയതോ ലോകം മാറിയതോ എന്ന്. അവൻ്റെ ലോകം പഴയ പോലെ തന്നെ ആയിരുന്നു. ഇരുട്ട്, കല്ല്, നിശബ്ദത. ഡഗ്ലസിന് പേടിയുണ്ടായി, ഡാനസ് മടങ്ങിയ പ്രതികാരം ചെയ്താൽ. അതുകൊണ്ട് ഡഗ്ലസ് എന്ത് ചെയ്തു, സ്പെയിനിലേക്ക് ഒളിച്ചോടി. ഫെർണാണ്ട് കാത്തിരുന്നു. അവൻ വന്നു കഴിഞ്ഞാൽ അവനെ ഞാൻ കൊല്ലും, പിന്നെ എന്നെ. പക്ഷേ എഡ്മണ്ട് വന്നില്ല. മെഴ്സിഡസ്, അവളാണെങ്കിൽ പാവം എഡ്മണ്ടിൻ്റെ കാമുകി, കടത്തിരുത്ത് നിൽക്കുന്നു. ആകാശത്തോട് സംസാരിക്കുന്നു, തിരമാലകളോട് ചോദിക്കുന്നു, എൻ്റെ പ്രിയപ്പെട്ട എഡ്മണ്ടിനെ കണ്ടോ, എഡ്മണ്ട് നീ എവിടെയാണെന്നൊക്കെ ചോദിക്കുന്നു. പക്ഷേ ഒരു മറുപടിയും കിട്ടുന്നില്ല. എഡ്മണ്ടിനെ പറ്റി യാതൊരു വിവരവും കിട്ടുന്നില്ല. ഏറ്റവും കഷ്ടം എഡ്മണ്ട് ഡാനീസിൻ്റെ അച്ഛൻ്റെ കാര്യമാണ്. അദ്ദേഹം ദിവസങ്ങളോളം കാത്തിരുന്നു, എൻ്റെ മോൻ വരും എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഡാനീസ് ഒരിക്കലും വന്നില്ല. അവസാനം മെഴ്സിഡസിൻ്റെ കൈകളിൽ വെച്ച് അവൻ മരിക്കുകയാണ്, എഡ്മണ്ടേ എന്ന് വിളിച്ചിട്ട്. ലോകം മാറി, ചരിത്രം തിരിഞ്ഞ് ഒത്തിരി കാര്യങ്ങൾ നടന്നു. പക്ഷേ ഒരാൾ മാത്രം, നമ്മുടെ ഡാനസ് മാത്രം ഇരുട്ടിൽ തന്നെ കിടക്കുകയാണ്. എല്ലാവരും മറക്കപ്പെട്ട്, നീതി നിഷേധിക്കപ്പെട്ട്, മനുഷ്യർ പുറന്തള്ളി. അപ്പം നമുക്കിനി നോക്കാം, ഡാനസ് കാത്തിരിക്കുകയാണോ ജയിലിൽ, എന്ത് വരും, എന്താണ് ഡാനസിന് സംഭവിക്കാൻ പോകുന്നതെന്ന്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഒരു കമൻറ്റ്, എന്തെങ്കിലും ഒരു കമൻറ്റ് പറയുക. ആ കമൻറ്റ് കിട്ടിക്കഴിഞ്ഞാലേ ഞാൻ ഇതിൻ്റെ വീഡിയോസ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇല്ലേലും നിങ്ങളുടെ ഒരു കമൻറ്റ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പ്ലീസ്.